പൂർത്തിയാകാത്ത കഥയുടെ നിഴൽ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഭംഗിയുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന മരണത്തിന്റെ നിഴൽ. അത്യാഗ്രഹം കൊണ്ട് ഒരുത്തൻ തന്നെത്താനെ മറന്നു പോവുകയാണ്. ഓരോ പുതിയ മുഖങ്ങളും മനസ്സിനെ വീണ്ടും തളർത്തുകയാണ്. അത് യൗവനമല്ല, ഒരു പഴയ ശാപത്തിന്റെ കളിയാണ്. ഓരോ 48 മണിക്കൂറിനും ആരോ തന്നെത്താനെ നഷ്ടപ്പെടുത്തുന്നു. ജയിലർ കതകു തുറന്നു. പിന്നെ ശ്വേത ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൾ തന്റെ മുഖം കഴുകി. അവളുടെ മുഖം അല്പം വിഷമത്തോടെ വിളറിയതുപോലെ ഇരുന്നു. പിന്നെ അവൾ തന്റെ മുറിയിലേക്ക് ചെന്നു. പിന്നെ പണ്ടത്തെ പോലെ ഭംഗിയുള്ള വസ്ത്രം അവൾ അണിഞ്ഞു. പണ്ടവൾ യൗവനമായിരുന്നപ്പോൾ ഉള്ളത് ഇപ്പോൾ തയ്യാറായി. ശ്വേത ജയിലിൽ നിന്നും പുറത്തേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു. ജയിലിലെ ഓഫീസിൽ ഇൻസ്പെക്ടർ യാദവ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ശ്വേത കതകു തുറന്നുകൊണ്ട് വന്നു. എന്നിട്ട് ചെറിയ ശബ്ദം നൽകി. യാദവ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അദ്ദേഹം അവളെ കണ്ടു. അദ്ദേഹം ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ശ്വേതയെ അകത്തേക്ക് വരാൻ പറഞ്ഞു. പോകാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയായിട്ടുണ്ടോ? ഇപ്പോൾ നിന്റെ ശിക്ഷ സമയം പൂർത്തിയായിട്ടുണ്ട്. വീണ്ടും അകത്ത് വരാതെ ഇരിക്കുന്നതിനെ പോലെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സർ. ഇനി അകത്തേക്ക് വരുന്നത് പോലെ ഞാൻ ഒരു കാര്യവും ചെയ്യുന്നതല്ല. ശ്വേത ഇൻസ്പെക്ടറിനെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകി. അത് കണ്ടിട്ട് ഇൻസ്പെക്ടറിന് അതിലെന്തോ മർമ്മമുള്ളതായി തോന്നി തുടങ്ങി. എന്നെ റിലീസാകാനുള്ള ലെറ്റർ? ഓ അതെ, ഇവിടെ ഉണ്ട്. ഇൻസ്പെക്ടർ യാദവ് ഒരു ലെറ്റർ എടുത്തു. അതിൽ സ്റ്റാമ്പ് ചെയ്തു. എന്നിട്ട് സൈൻ ചെയ്തു. അത് ശ്വേതയുടെ കയ്യിൽ നൽകി. അദ്ദേഹം ആ ലെറ്റർ നൽകാനായി കൈ നീട്ടിയപ്പോൾ ശ്വേത അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വ്യത്യാസമായ മുറിവ് ശ്രദ്ധിച്ചു. അല്ല, ഇതെന്ത് അടയാളമാണ്? ചെറുപ്പത്തിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താഴെ വീണുപോയി. അത് കാരണം എനിക്ക് ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. വിഷമിക്കേണ്ട, നിങ്ങൾ ഇനി തനിച്ചല്ല. ഇൻസ്പെക്ടർ അവളെ ശ്രദ്ധിച്ചു നോക്കി. ശ്വേത എണീറ്റ് അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ ഇൻസ്പെക്ടർ എന്തോ ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. രാത്രി യാദവ് ഇരുട്ടുള്ള മുറിയിൽ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം ആ അടയാളം നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം വ്യത്യാസമായ രീതിയിൽ ആ കൈ ചുറ്റി നോക്കി. അത് മറച്ചു വെക്കാനായി. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാനായില്ല. എന്നിട്ട് അദ്ദേഹം തന്റെ കിടക്കയിൽ ഇരുന്നു. എന്നിട്ട് അക്കാര്യം ഓർത്തു നോക്കിക്കൊണ്ടിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ചെറിയ പ്രായത്തിൽ ഊഞ്ഞാലിൽ കളിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നും താഴേക്ക് വീണു. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഫ്രാക്ചർ ഉണ്ടാക്കി. അത് കാരണം അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അത് കാരണമാണ് അദ്ദേഹത്തിന് ആക്ടർ ആകണമെന്നുള്ള തന്റെ സ്വപ്നം കൈവെടിയേണ്ടി വന്നത്. നിങ്ങൾ വളരെ ടാലന്റഡ് ആണ്. പിന്നെ എത്ര പേർ ഈ പ്രൊഫൈലിനായി വന്നോ അവരിൽ ഏറ്റവും മികച്ച പ്രൊഫൈൽ നിങ്ങളുടേതാണ്. പക്ഷേ ഈ കയ്യിലുള്ള അടയാളം കാരണമാണ് ഞങ്ങൾക്ക് നിങ്ങളെ റിജക്ട് ചെയ്യേണ്ടി വന്നത്. ഐ ആം സോറി. യാദവ് തന്റെ തലയെഴുത്ത് പിന്നെ തന്റെ നിറവേറാതെ പോയ സ്വപ്നത്തെക്കുറിച്ച് ഓർത്ത് ഇരുന്ന് കരയുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം തന്റെ ബാഗിൽ നിന്നും സിഗരറ്റ് പോക്കറ്റ് എടുത്തു. എന്നിട്ട് ബാൽക്കണിയിലേക്ക് ചെന്ന് ആ സിഗരറ്റ് കുടിക്കാൻ തുടങ്ങി. അദ്ദേഹം സിഗരറ്റ് കത്തിച്ചിട്ട് റീലിംഗിന്റെ സഹായം കൊണ്ട് കുനിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം തെരുവിലേക്ക് ശ്രദ്ധിച്ചത്. അവിടെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ലേഡി നടന്നു പോകുന്നത് അദ്ദേഹം കണ്ടു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് ഇത് മറ്റാരുമല്ല, അത് ശ്വേതയാണെന്ന്. അവളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അവൾ മുകളിലേക്ക് നോക്കി യാദവിനെ നോക്കി കൈ കാണിച്ചു. അതായത് അവൾക്ക് അവിടെ യാദവ് നിൽക്കുന്നത് കണ്ടിരുന്നു. ഇത് കണ്ടിട്ട് യാദവ് പേടിച്ചുപോയി. അദ്ദേഹം വേഗം റൂമിനകത്തേക്ക് ചെന്നു. തന്റെ ഷൂ എടുത്തിട്ടു. എന്നിട്ട് താഴേക്ക് പോകാനായി ഒരുങ്ങി. യാദവ് ശ്വേതയെ എവിടെയാണോ കണ്ടത് അവിടേക്ക് അദ്ദേഹം ഓടിച്ചെന്നു. പക്ഷെ ഇപ്പോൾ അവിടെ വേറെ ആരുമില്ല. അദ്ദേഹം തിരിഞ്ഞ് ബാൽക്കണിയിലേക്ക് നോക്കി. എന്നിട്ട് റോഡിനെ നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒന്നും തന്നെ കണ്ടില്ല. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം തിരിഞ്ഞ് തന്റെ ഗേറ്റിനടുത്തേക്ക് വന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഗാർഡ് നിന്നുകൊണ്ടിരുന്നത്. നമസ്കാരം സാർ. ഓ നമസ്കാരം നമസ്കാരം. നീ എങ്ങനെയുണ്ട്? അദ്ദേഹം യാദവിന്റെ കയ്യിൽ ഒരു കറുത്ത ബോക്സ് നൽകി. സാർ, നിങ്ങളുടെ പേരിലേക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. എന്ത്, എനിക്കാണോ? പക്ഷെ ഞാൻ ഏതും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അറിയില്ല സാറേ, ഇതിൽ ഏതും എഴുതിയിട്ടില്ല. നിങ്ങളുടെ പേര് മാത്രമാണുള്ളത്. യാദവ് കുറച്ചു സമയം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരു ബോസിനെ കുറിച്ചുള്ള ഒരു കാര്യവും അറിയില്ല. എന്നാലും അദ്ദേഹം അത് തന്റെ കയ്യിൽ വാങ്ങി.
എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ആ രാത്രി അവിടം കൊണ്ട് അവസാനിച്ചു. അടുത്ത ദിവസം യാദവ് തന്റെ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ മൊബൈലിൽ റീൽസ് നോക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു റീൽസ് കണ്ടത്. ആ റീൽ അപ്സര ബ്യൂട്ടി പാർലറിന്റെ റീലാണ്. അതിൽ പറയപ്പെട്ടത് എന്തെന്നാൽ, അപ്സര ബ്യൂട്ടി പാർലർ പ്രോഡക്റ്റ് ലോഞ്ച്. നിങ്ങൾ ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റായി യൂത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും യൂത്തായും മുൻപത്തേക്കാളും വളരെ ഭംഗിയായും മാറാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും മുറിവുകൾ, പാടുകൾ, അല്ലാതെ ശരീരത്തിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള മാർക്സ് ഉണ്ടെങ്കിലും അതെല്ലാം മാറി നിങ്ങൾ വളരെ സുന്ദരനും സുന്ദരിയുമാകും. എന്താണ് നടക്കുന്നത്? ഈ കാലത്തിലെ ആൾക്കാർ ഏതേതോ ചെയ്യുന്നത്. ആർക്കും വേറെ ജോലിയില്ലാന്ന് തോന്നുന്നു. ആ റീലിൽ ഒരു ലൈൻ വന്നു, ഇത് ഉപയോഗിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ. യാദവിന് ഇത് അല്പം വ്യത്യാസമായി തോന്നി. ഇതുവരെ റീലിൽ ഒരു ശബ്ദവും ഇല്ലായിരുന്നു. പക്ഷെ ഇത് നുണയാണെന്ന് അദ്ദേഹം പറഞ്ഞതും തന്നെ അത് മറുപടി പറയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. സിറ്റിയിലെ ആളനക്കമില്ലാത്ത ഒരു റോട്ടിൽ അപ്സര ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. ജീപ്പ് എടുത്തുകൊണ്ട് യാദവ് ആ സ്ഥലത്തേക്ക് വന്നു. അദ്ദേഹം വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ പാർലറിനടുത്തേക്ക് ചെന്നു. ഷട്ടർ മൂടിയിരുന്നു. തൊട്ടടുത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹം ആ ഷട്ടർ തട്ടി നോക്കി. ഒരു മറുപടിയും വന്നില്ല. പിന്നെ അദ്ദേഹം തന്റെ ജീപ്പിനെ നോക്കി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏതോ അറിയാവുന്നതുപോലെ ഒരു ശബ്ദം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ ശ്വേത നിൽക്കുകയായിരുന്നു. നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? പിന്നെ ഇന്നലെ രാത്രി എന്റെ വീട്ടിന്റെ അടുത്ത് നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷനാകുന്നത്? ഞാൻ ജസ്റ്റ് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. സഹായമോ? എന്ത് സഹായമാണ്? ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് മുൻപേ കിട്ടിയിരിക്കും. വീട്ടിലേക്ക് ചെല്ലൂ. ആ ബോക്സ് തുറന്നു നോക്കൂ. ഇന്നലെ രാത്രി നിങ്ങൾക്ക് കിട്ടിയില്ലേ ആ ബോക്സ്? എന്ന് വെച്ചാൽ അതിനെ അഴിച്ചിട്ടത് നീയാണോ? അങ്ങനെ തന്നെ എടുത്തോളൂ. ഇവിടെ നോക്ക്. 7 കൊല്ലങ്ങൾ മുൻപ് നീ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ടാണ് നീ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം മറക്കരുത്, ഞാൻ ഒരു ഇൻസ്പെക്ടറാണ്. ഒരു പക്ഷേ നിന്നെ പറ്റി തെറ്റായ കാര്യങ്ങൾ എനിക്കറിഞ്ഞാൽ ഈ പ്രാവശ്യം നിനക്ക് ജീവൻ ശിക്ഷയാണ് കിട്ടും. നിങ്ങൾ ഒരു പ്രാവശ്യം എന്നെ വിശ്വസിക്കൂ. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഇത് തീർച്ചയായും വിജയിക്കും. നീ എന്താ പറയാൻ വരുന്നത്? ശ്വേത ഒരു വ്യത്യാസമായ ചിരി ചിരിച്ചു. എന്നിട്ട് ആ സ്ഥലത്തു നിന്നും ഓടി. യാദവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അദ്ദേഹത്തിന്റെ മുഖത്ത് നന്നായി കുഴപ്പമുണ്ടായിരുന്നു. രാത്രി യാദവ് തിരികെ തന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് നോക്കി, ആ ബോക്സ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതാണ് ഇന്നലെ അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം ഇതുവരെ ആ ബോക്സ് തുറന്നില്ല. അദ്ദേഹം അത് പതുക്കെ കയ്യിലെടുത്തു. എന്നിട്ട് അത് തുറന്നു നോക്കി. അതിൽ അപ്സര ബ്യൂട്ടി പാർലറിന്റെ ഒരു ഡപ്പ ഉണ്ടായിരുന്നു. അതിൽ 2 കണ്ണാടി ബോട്ടിൽ ഉണ്ടായിരുന്നു. ഒന്ന് ചുവന്ന ദ്രാവകം, പിന്നെ മറ്റൊന്ന് പാരദർശി ദ്രാവകം. ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു. ആ ലെറ്ററിൽ എന്തെഴുതിയിരുന്നെന്നാൽ, ചുവന്ന ദ്രാവകം കയ്യിൽ തടവണം. അതിനുശേഷം നിങ്ങൾ ഉണർന്നതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും. എന്നിട്ട് ബ്രേസ്ലെറ്റ് ഇടണം. പിന്നെ നോക്കിയാൽ നിങ്ങൾ ഈ ലോകത്തെ നേരിടാൻ തയ്യാറായി മാറിയിരിക്കും. ഒപ്പം തന്നെ ഇതും എഴുതിയിട്ടുണ്ടായിരുന്നു, അടുത്ത 24 മണിക്കൂറിനകം പാരദർശി ദ്രാവകം തടവേണ്ടത് അത്യാവശ്യമാണെന്ന്. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് തിരികെ വരാനാവൂ. കാത്തുകൊണ്ടിരിക്കാതെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് എത്താനാവില്ല. സമ അളവിലിരിക്കേണ്ടത് അത്യാവശ്യമാണ്. യാദവിന് ഇത് വളരെ വ്യത്യാസമായി തോന്നി. അദ്ദേഹം അതെല്ലാം ടേബിളിൽ തന്നെ വെച്ചിട്ട് പോയി. എന്നിട്ട് തന്റെ ഡേറ്റിങ്ങിന് റെഡിയാകാൻ തുടങ്ങി. അദ്ദേഹം പുതിയ ഡ്രസ് ഇട്ടു. എന്നിട്ട് വീട്ടിൽ നിന്നും ഒരുങ്ങി പുറപ്പെട്ടു. യാദവ് റെസ്റ്റോറന്റിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിനെ അവിടെ അദ്ദേഹം കണ്ടു. അവളോടൊപ്പം അദ്ദേഹം ഇരുന്നു. ആഹാരം കഴിച്ചു. കുറച്ചു സമയം സംസാരിച്ചു. തന്റെ ആ മുറിവ് മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം കൈ നീളമുള്ള ഒരു ജാക്കറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ രണ്ടുപേരും നടക്കാൻ തീരുമാനിച്ചു. ആ പെണ്ണിന് നന്നായി തണുത്തു. യാദവ് തന്റെ ജാക്കറ്റ് ഊരി അവളെ പൊതപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അടയാളം ശ്രദ്ധിച്ചത്. അവൾ ഉടനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് യാദവിനെ തനിച്ച ആളില്ലാത്ത ആ റോട്ടിൽ തണുപ്പത്ത് വിട്ടിട്ട് പോയി. യാദവ് വിഷമിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. അത് കാരണം അദ്ദേഹം കരയാൻ തുടങ്ങി. യാദവ് തിരികെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ചുവന്ന ദ്രാവക ബോട്ടിലെടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ ചുമന്നിരുന്നു. അദ്ദേഹം ജസ്റ്റ് തന്റെ ജീവിതം വിട്ട് ഒരുപാട് ദൂരെ പോകാൻ ആഗ്രഹിക്കുന്നു. ഒട്ടും ചിന്തിക്കാതെ അദ്ദേഹം സിറിഞ്ച് എടുത്തു. എന്നിട്ട് തനിക്ക് ഇഞ്ചക്ഷൻ അദ്ദേഹം ഇട്ടു. അദ്ദേഹം ഇങ്ങനെ ചെയ്തതും തന്നെ താഴേക്ക് വീണുപോയി.
പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം നന്നായി വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ഒരു ദീർഘശ്വാസം വലിച്ചു. പതുക്കെ പതുക്കെ അദ്ദേഹം സമാധാനപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഓർമ്മയിലേക്ക് തിരികെ വന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ശ്രദ്ധിച്ചു. അവിടെ കറുത്ത ബോട്ടിലും ബാക്കിയുള്ള സാധനങ്ങളും വെച്ചിരുന്നു. അദ്ദേഹം വേഗം എണീറ്റ് തന്റെ മുറിയിലേക്ക് ചെന്നു. കണ്ണാടിയുടെ മുൻപിൽ തന്നെ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ യൗവനനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന ചുളിവുകളൊക്കെ മാറിയിരിക്കുന്നു. പിന്നെ അദ്ദേഹം മുൻപത്തെക്കാളും ഇപ്പോൾ വളരെ ഭംഗിയായിരുന്നു. പിന്നെ അദ്ദേഹം പെട്ടെന്ന് തന്റെ കൈയിലേക്ക് നോക്കി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ആ അടയാളം മാറിയിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാതിൽ എന്തോ ചെറിയ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരുന്നത്. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആ ശബ്ദം പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങി. അത് വലിയ ശബ്ദമായി. യാദവിന് അത് സഹിക്കാൻ പറ്റാതെയായി. അപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം ഉടനെ ലിവിംഗ് റൂമിലേക്ക് ചെന്നു. അദ്ദേഹം ആ ബ്രേസ്ലെറ്റ് എടുത്തിട്ടു. അദ്ദേഹം അത് ഇട്ടതും തന്നെ എല്ലാം വീണ്ടും നോർമലായി മാറി. ഇപ്പോൾ അദ്ദേഹം തന്റെ വീട്ടിൽ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഏതോ അദ്ദേഹത്തിന് തന്റെ ജീവിതത്തിൽ വലിയ വിജയം കിട്ടിയതുപോലെ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യാദവ് വീണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ മാറി. അദ്ദേഹം പുറത്ത് വാക്കിംഗ് പോയി. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം ആ പാരദർശി ദ്രാവകം തന്നെ ഇട്ടു. അതിനുശേഷം അദ്ദേഹം വീണ്ടും തന്നെ പഴയ രൂപത്തിൽ മാറി. അദ്ദേഹം ജനാലകളൊക്കെ മൂടി. പുറത്തു പോകുന്നത് നിർത്തി. വീട്ടിൽ തന്നെ ഇരുന്നു. കഴിക്കും, പിന്നെ TV നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ആ ചുവന്ന ദ്രാവകം വീണ്ടും അദ്ദേഹം ഇട്ടു. വീണ്ടും യൗവനനായി മാറി. പിന്നെ ഓഡിഷന് അദ്ദേഹം ചെന്നു. നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ട് ആയിരിക്കാണ്. ഞങ്ങൾ നിങ്ങളെ അടുത്ത ഫോട്ടോഷൂട്ടിന് വിളിക്കും. യാദവ് ചിരിച്ചു. ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്തു. പിന്നെ വലിയ വലിയ മാഗസീനിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വന്നു തുടങ്ങി. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊറിയർ ബോക്സുകൾ കൂടാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം പാരദർശി ദ്രാവകം വീണ്ടും ഇട്ടു. വീട്ടിനകത്ത് തന്നെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ചുവന്ന ദ്രാവകം ഇട്ടു. അതേ റെസ്റ്റോറന്റിൽ അതേ പെണ്ണിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവളാണ് കുറച്ചു ദിവസം മുൻപ് അദ്ദേഹത്തെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയവൾ. ഇപ്പോൾ നിങ്ങൾ വളരെ ഹാൻസം ആയിരിക്കുന്നു. താങ്ക്സ്. നിങ്ങളെ പോലെ ഒരു പാർട്ട്ണർ വേണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം. യങ്, ഹാൻസം ആൻഡ് വെൽ, നിങ്ങൾക്ക് തന്നെ അറിയാം. യാദവ് ചെറുതായി തല അനക്കി ശരിയെന്ന് മറുപടി പറഞ്ഞു. പിന്നെ ഒരു രാത്രി യാദവ് അതേ പെണ്ണിനോടൊപ്പം തന്റെ കിടക്ക പങ്കിട്ടു. രണ്ടുപേരും ബെഡ്ഷീറ്റിനകത്ത് ഒന്നിച്ചിരുന്നു. യാദവ് എണീറ്റ് കിച്ചണിലേക്ക് ചെന്നു. അപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ലിവിംഗ് റൂമിലുള്ള വാച്ച് കണ്ടത്. സമയം 12 ആകാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ഇപ്പോൾ അദ്ദേഹം തന്റെ പഴയ രൂപത്തിലേക്ക് മാറണം. അദ്ദേഹം റൂമിലേക്ക് നോക്കി. എന്നിട്ട് ചിന്തിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പോൾ അത് ചെയ്യാനാവില്ല. കാരണം ആ പെണ്ണ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് വലുതായി കൂട്ടാക്കിയില്ല. അദ്ദേഹം കിച്ചണിനകത്തേക്ക് കയറാൻ തുടങ്ങിയതും അദ്ദേഹത്തിന് അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. ആ ശബ്ദം വീണ്ടും വീണ്ടും കൂടാൻ തുടങ്ങിയിരുന്നു. യാദവ് വേഗം ലിവിംഗ് റൂമിലേക്ക് വന്നു. എന്നിട്ട് ചുവന്ന ദ്രാവക ബോട്ടിൽ കയ്യിലെടുത്തു. അദ്ദേഹത്തിന് അറിയാം 48 മണിക്കൂറിനുള്ള റൂൾസ് മാറ്റാൻ പാടില്ലെന്ന്. പക്ഷെ അദ്ദേഹത്തിന് ആ ശബ്ദം കേൾക്കാനായില്ല. അദ്ദേഹം വീണ്ടും തന്റെ പഴയ രൂപത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല. അവസാനം വേറെ വഴിയില്ലാതെ ആ റൂൾസ് അദ്ദേഹം ബ്രേക്ക് ചെയ്തു. എന്നിട്ട് തന്നെ ഇഞ്ചക്ഷൻ ഇട്ടു. അദ്ദേഹം ഇങ്ങനെ ചെയ്തതും തന്നെ വീണ്ടും എല്ലാം തന്നെ ശാന്തമായി മാറി. അദ്ദേഹം കുറച്ചു സമയം വരെ അവിടെ ശാന്തമായി ഇരുന്നു. പിന്നെ വീണ്ടും എണീറ്റ് റൂമിനകത്തേക്ക് ചെന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. മറ്റൊരു വശത്ത് ശ്വേത ഒരു ക്രിസ്റ്റൽ ബോളിന് മുൻപിൽ ഇരിക്കുകയായിരുന്നു. അതിൽ അവൾ നോക്കുകയായിരുന്നു. യാദവ് ശരിക്കും എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ ഇരിക്കാതെ വേറെന്തോ മാറാനായി തന്റെ റൂൾസ് ബ്രേക്ക് ചെയ്തു. ജനങ്ങളുടെ വീക്ക്നെസ് ഇതാണ്. അവർക്ക് അവരോട് തന്നെ തൃപ്തി തോന്നാറില്ല. പിന്നെ ആ ബലഹീനത ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. യാദവ് സർ, ഞാൻ ഉണ്ടാക്കിയ റൂൾ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ
ഈ തെറ്റിനുള്ള ശിക്ഷ മറ്റാരുമല്ല, അവൾ തന്നെയാണ് തരിക. അതിന് അവകാശപ്പെട്ടവൾ. ശ്വേത ഭയങ്കരമായ ഒരു ചിരി ചിരിച്ചു. അപ്പോൾ പാതി കത്തിയ ഒരു രൂപം കാണപ്പെട്ടു. അവൾ പാതി കത്തി എരിഞ്ഞിരുന്നു. അതിൽ നിന്നും രക്തവും പാർദർശി ദ്രാവകവും താഴെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസത്തിനു ശേഷം യാദവ് ഫോട്ടോഷൂട്ടിന് ഇരുന്ന് പോസ് കൊടുക്കുകയായിരുന്നു. പോസ് കൊടുത്തോണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഫോട്ടോഗ്രാഫറിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു വിചിത്രമായ രൂപത്തെ ശ്രദ്ധിച്ചു. അത് കണ്ടിട്ട് അദ്ദേഹം അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തു. യാദവ് സാർ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, ഒന്നുമില്ല, ഞാൻ നന്നായിട്ടുണ്ട്. നിങ്ങൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? ആ ഓക്കെ, ഞാൻ കുറച്ച് സമയത്തിൽ വരുന്നു. യാദവ് അവിടെ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം തന്റെ ലിവിംഗ് റൂമിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ വായ്ക്ക് എന്തോ വ്യത്യാസമായിരുന്നു. അതായത് അദ്ദേഹത്തിന് വോമിറ്റ് വരുന്നത് പോലെ തോന്നി. അദ്ദേഹം വേഗം വാഷ്റൂമിലേക്ക് ചെന്നു. എന്നിട്ട് വായിൽ നിന്നും രക്തം തുപ്പി. പിന്നെ രക്തത്തോടൊപ്പം മറ്റൊന്നും പുറത്തേക്ക് വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ തന്റെ 3 പല്ലുകളും പുറത്തു വന്ന് വീഴുകയായിരുന്നു. ഇത് കാരണം അദ്ദേഹത്തിന്റെ വായ്ക്ക് വേദനിക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ ശരീരവും വേദന എടുക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ മുതുകത്ത് ഒരു ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം നിലത്ത് വീണു. അദ്ദേഹത്തിന്റെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഇതോടെ അദ്ദേഹത്തിന് തന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇഴിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഒരു പാർലറിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇരുത്തിയ അവസ്ഥയിൽ ഒരു ചെയറിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. മുൻപിലായി ശ്വേത നിൽക്കുകയായിരുന്നു. എന്നെ വിട്ടേക്ക്. നീ എന്നെ എന്താണ് ചെയ്തത്? എനിക്ക് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ സാർ, ഓരോ 48 മണിക്കൂറിനും നിങ്ങൾ മാറിയിരിക്കണമെന്ന്. പക്ഷെ എന്തു ചെയ്യാനാ, മനുഷ്യന് അത്യാഗ്രഹം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാതെ ഇരിക്കുമ്പോൾ അപ്പോൾ ശ്വേത അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് മുറിച്ചെടുത്ത് കളഞ്ഞു. അതിലുണ്ടായിരുന്ന മുത്തുക്കൾ താഴേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. യാദവ് മുകളിലോട്ട് നോക്കി. അവന്റെ മുൻപിൽ മേഘനയുടെ ആത്മാവ് നിൽക്കുകയായിരുന്നു. അത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പുറത്ത് ചാടി വീണു. എന്നിട്ടത് അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ലേഡി കതകു തുറന്നു. അവളുടെ മുഖത്ത് എന്തോ ഒരു അടയാളമുണ്ടായിരുന്നു. അവളുടെ വീടിന്റെ വാതിൽക്കൽ ഒരു ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ അപ്സര ബ്യൂട്ടി പാർലർ എന്ന് എഴുതിയിരുന്നു. അവൾ ചിരിച്ചു. ആ ബോക്സ് കയ്യിലെടുത്തു. എന്നിട്ട് ആ കതക് മൂടി.